ആദ്യകാലത്ത് നിന്ന് പോലും രക്ഷിപ്പാൻ നൂറ്റാണ്ടുകളായിരിക്കുന്ന അനുഭവങ്ങൾക്ക് നമ്മളെ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തീയ മതവിശ്വാസികളോ നൂറ്റാണ്ടുകളായിട്ട് പാപികളും ദോഷികളുമാണ്. അവിടെ അച്ഛന്മാരും തിരുമേനിമാരും പാപികളും ദോഷികളുമാണ്. പാപമോചനം എന്നൊരു കാര്യം അവർക്ക് കിട്ടുന്നില്ല. മലപ്പുറം ജില്ലകളിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ മുസ്ലിം സഹോദരന്മാർ ഞങ്ങളോട് വഴക്ക് കൂടാൻ വരും, തർക്കങ്ങൾ കൊണ്ടുവരും. അവര് പറയുന്നു അവരാണ് സത്യം. ഞാൻ ചോദിച്ചാവട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറയാണ് അത് എവിടെ ലഭിക്കാനാണ്? പ്രിയപ്പെട്ട, ലോകത്തുള്ള സകല ജാതി മതസ്ഥരും അന്വേഷിക്കുന്ന ഒരു പാപമോചനമാണ്. കാരണം എന്താണ്? നമുക്കൊരു മരണമുണ്ട്. പ്രിയപ്പെട്ട, മരണമുള്ളവരായതുകൊണ്ടാണ് നമ്മൾ ഇത് കേൾക്കേണ്ടി വരുന്നത്. കാരണം എന്താണ്? മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥമായിരിക്കുന്ന ന്യായവിധി. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇന്നേ വരെ മരിച്ചുപോയ നമ്മുടെ പിതാക്കന്മാരും പിതൃക്കളെയും ബന്ധുക്കളെയും സ്നേഹിതന്മാരെയും എല്ലാവരെയും നമ്മൾ വീണ്ടും അതേ രൂപത്തിൽ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട്. എന്നാണെന്നറിയാമോ? ലോകം അവസാനിക്കുന്ന ദിവസം. ഈ ലോകം അവസാനിക്കും പ്രിയപ്പെട്ടവരെ. അന്ന് മരിച്ചവരെല്ലാവരും കല്ലറകളെ വിട്ടും ദഹിപ്പിച്ച ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു ദിവസമുണ്ട്. ആകയാൽ ഭയത്തോടും വിറയലോടും കേട്ടുകൊള്ളും.